ഇതെന്താണിത്? അയ്യോ, ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് നമ്മുടെ നാട്ടിൽ ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല. ഇത് കർണാടകയിലെ അക്കി റൊട്ടി. അക്കി എന്ന് പറഞ്ഞാൽ അറിയാലോ, അരി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നല്ല ചട്നിയും അതിൻ്റെ കൂടെ തന്നെ നാളെ മുളക് ചട്നിയൊക്കെ കൂടി കഴിക്കാനേ എന്താ ടേസ്റ്റ് അറിയോ. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നിങ്ങൾക്ക് കാണിക്കാം. ഫ്രണ്ട്സ്, ഇന്ന് ഒരു കർണാടക റെസിപ്പി. ഇറ്റ്സ് കോൾഡ് അക്കി റൊട്ടി. അക്കി റൊട്ടി അവരുടെ ഒരു ഫേമസ് ബ്രേക്ക്ഫാസ്റ്റാണ്. അവരുടെ ഒരു തിണ്ടി എന്നാണല്ലോ ബ്രേക്ക്ഫാസ്റ്റിനെ അവർ പറയുക. അപ്പോൾ അവരുടെ ഈ തിണ്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതവർ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അവർ ഡിന്നർ ഐറ്റമായിട്ട് ഇത് കഴിക്കും. ഞാൻ കഴിക്കാറുണ്ട്. അവരിത് റാഗിപ്പൊടി വെച്ച് ചെയ്യും, ജോവർ പൊടി വെച്ചിട്ട് ചെയ്യാറുണ്ട്. റാഗിപ്പൊടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ അരിപ്പൊടി നല്ല വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യണത്. ഞാൻ ഇവിടെ കുറച്ച് ആളേ ഉള്ളൂല്ലോ, അതുകൊണ്ട് 1 കപ്പ് റൈസ് പൗഡറാണിത്. നല്ല പൊടിയുള്ളതായിരിക്കണം കേട്ടോ. കോഴ്സായിട്ടുള്ള അരിപ്പൊടി പറ്റില്ല, പുട്ടിൻ്റെ ഒന്നും പറ്റില്ല. അപ്പോൾ ഞാൻ 1 ടീസ്പൂണാണ് 1 കപ്പാണ് ഇട്ടിരിക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ എന്തൊക്കെ ചേർക്കണമെന്ന് 1 ബൈ 1 പറയാം. കുറച്ച് ജീരകം കേട്ടോ, ജീരകം. പിന്നെ വെജിറ്റബിൾസൊക്കെ നമുക്ക് വേണ്ടത് ആഡ് ചെയ്യാം. പക്ഷേ മെയിനായിട്ട് അവർ ആഡ് ചെയ്യുന്നത് ദിൽ ലീവ്സ് എന്ന് പറഞ്ഞാൽ സബ്സിഗെ സൊപ്പു. അത് ഒരു തരം എങ്ങനെ ഞാൻ പറയുക, ദിൽ ലീവ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമ്മുടെ നാട്ടിലത് ഞാൻ അധികം കണ്ടിട്ടില്ലേ ദിൽ ലീവ്സ് കേട്ടോ. പിന്നെ ആഡ് ചെയ്യുന്നത് ഓരോന്നും ഞാൻ കാണിക്കാം. എന്താ, കറിവേപ്പില, മല്ലി ഇല ഇസ് എ മസ്റ്റ്. എൻ്റെ അടുത്ത് ദിൽ ലീവ്സ് ഇല്ല. ഓണിയൻ ചോപ്ഡ്, വെരി മച്ച് ചോപ്ഡ്. ഒരു നല്ല പച്ചമുളക്, കുറച്ച് ഇഞ്ചി. ഇതൊക്കെ ഓപ്ഷണലാണ്. ക്യാപ്സിക്കം ആൻഡ് ക്യാരറ്റ് ഓപ്ഷണൽ. ഞാൻ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ലതാണല്ലോ വെജിറ്റബിൾസ് ആഡ് ചെയ്താലേ. ഇതൊക്കെയാണ് മെയിനായിട്ട്. എനി ഹൗ ഈ 2 എണ്ണം ഇല്ലെങ്കിലും ഇതെല്ലാം വേണം. ഏത്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി, മല്ലിയില. ഇതെന്തായാലും വേണം. ദിൽ ലീവ്സും വേണം. പക്ഷേ എൻ്റെ അടുത്ത് ദിൽ ലീവ്സ് ഇല്ല. അത് ചിലവർക്ക് അതിൻ്റെ മണം ഇഷ്ടാവില്ല കേട്ടോ. എനിക്കൊന്നും അതിൻ്റെ മണം ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുമില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല മാത്രം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതിലേക്ക് ഇടാൻ പോകണം. നോക്കിക്കോളൂ, 1 ബൈ 1 എല്ലാം ആഡ് ചെയ്യണം കേട്ടോ. എല്ലാം ആഡ് ചെയ്യണം. പച്ചമുളക്, ഇഞ്ചി, ക്യാപ്സിക്കം, മല്ലിയില ആൻഡ് ക്യാരറ്റ്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഉപ്പ് ലേശം ആഡ് ചെയ്യാൻ പോകണ്ടേ. ഇപ്പം ഞാനിതിലേക്ക് പാകത്തിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് സ്മാഷ് ചെയ്യാം. എനിക്കിപ്പോൾ ഈ 1 കപ്പിൽ എത്ര കിട്ടുമെന്നറിയില്ല. ഞാൻ അത്ര അവരെമാതിരി എക്സ്പേർട്ടൊന്നും അല്ലല്ലോ. പക്ഷേ ഐ തിങ്ക് ഒരു 2 റൊട്ടി കിട്ടും. അത് ചിലപ്പോൾ ചെറുതായിരിക്കും, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. അത് നമ്മൾ എങ്ങനെ ഒരു ബോളാക്കണം അതുമാതിരിയാണ്. ഞാൻ ഇതെന്തായാലും ഇങ്ങനെ നന്നായി സ്മാഷ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം തിരിക്കും ഇങ്ങനെ നന്നായി പിടിക്കണം. നിങ്ങൾക്ക് ഇതേ സാധനം റാഗിപ്പൊടി വെച്ചിട്ട് ചെയ്യാം. അത് കുറച്ച് എല്ലാം അവർ നല്ല എണ്ണ ഒഴിച്ചിട്ട് മുരുമുരുന്നനാക്കും. അതുകൊണ്ട് റാഗിഡിയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. റാഗി ഇഷ്ടമല്ലാത്തവരുടെ കാര്യം ഞാൻ പറയുകയാണ്. ഞാൻ ഇതും കഴിച്ചിട്ടുണ്ട് അവരിടുന്ന്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റ്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഞാനിതാ കാണിച്ചു തരാം. കുറച്ച് ആഡ് ചെയ്തിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് നമുക്ക് ഉണ്ടാക്കാൻ വളരെ പാടായിരിക്കും വെള്ളം കൂടിക്കഴിഞ്ഞാൽ കേട്ടോ. വെള്ളം ഇങ്ങനെ തെളിച്ചിട്ടാക്കിയാലും മതി. എല്ലാവിടെയും ആവണം വെള്ളം. ഇതിൻ്റെ നല്ലൊരു മണമാണ്. അവരിത് നല്ല ചട്ടണി, പിന്നെ അവരുടെ കറി നല്ല കാര ചട്നി എന്ന് പറഞ്ഞാൽ സ്പൈസി ആയിട്ടുള്ള ചട്നി വെച്ചിട്ടാണ് ഇത് കഴിക്കുക അവർ. കുറച്ചുകൂടി വെള്ളം വേണമെന്നാണ് എനിക്ക് തോന്നണം. അപ്പോൾ ഞാനിതും കൂടി ആഡ് ചെയ്യാനായിരിക്കും. ഇപ്പോൾ ഇതാ എൻ്റെ ഈ ബോൾ റെഡിയായി. അപ്പോൾ ഞാനിതിലേക്ക് ഈ 1 കപ്പിന് കഷ്ടിച്ച് അര കപ്പ് വെള്ളം നല്ലോണം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ 2 കപ്പ് എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 3/4 കപ്പ് വെള്ളം വേണ്ടി വരും. ഇങ്ങനെ ആയിരിക്കും. കൂടുതൽ ലൂസാവാൻ പാടില്ല, നന്നായിട്ട് വെരി മച്ച് ഹാർഡും ആവാം. ഇനി ഞാനിത് എങ്ങനെയാണ് പരത്തണമെന്ന് കാണിക്കാം. ഇപ്പം ഞാൻ എൻ്റെ ദോശ തവ വെച്ചിട്ടുണ്ട്. ഇത്
രണ്ട് വിധത്തിൽ ചെയ്യാം, 2 or 3 വിധത്തിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇതിലേക്ക് നമുക്കിങ്ങനെ പരത്താം. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് അതാണ് കേട്ടോ. ഈ ഡയറക്റ്റ്ലി പരത്തുക എന്ന് പറയുമ്പോൾ ഞാനിത് ഓൺ ചെയ്തിട്ട് സിമ്മിൽ വയ്ക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഓൺ ചെയ്തു, എന്നിട്ട് സിമ്മിൽ വയ്ക്കുകയാണ്. ഇപ്പോൾ ഇത് ചൂടായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ബോൾ എടുത്തു, ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് കയ്യിൽ എണ്ണ അല്ലെങ്കിൽ വെള്ളം തൊട്ടിട്ട് നമുക്കിതിങ്ങനെ പരത്തി കൊടുക്കും. നോക്കോളൂ, അത് പരത്തുന്നതിന് ഒരു ടെക്നിക്ക് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് നോക്കോളൂ, നല്ല ഒരുപാട് എന്താ പറയുക ഘനമില്ലാണ്ടാവരുത്, സെയിം ടൈം ഒരുപാട് കട്ടിയുമാവരുത്. അപ്പോൾ അതിങ്ങനെ നല്ല ഈവണായിട്ട് പരത്തിക്കൊണ്ട് പോകണം, യൂണിഫോമായിട്ട് പരത്തിക്കൊണ്ട് പോകണം. അവർ ഇലയിൽ വാഴ ഇലയിൽ പരത്തിയിട്ടാക്കും, അവരിങ്ങനെയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നിങ്ങനെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഇല ഉപയോഗിക്കാം, ബട്ടർ പേപ്പർ ഉപയോഗിക്കാം, പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യണത്. എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഇത് കൈ പൊള്ളുന്നൊന്നുമില്ല. എന്താ കാരണം വെച്ചാൽ ഞാനിത് സിമ്മിൽ വെച്ച ശേഷമാണ് ഇത് പരത്തുന്നത്. ഇനി ഞാനിതിൻ്റെ സൈഡിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോകണം കേട്ടോ. ചുറ്റും എണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ നെയ്യോ കടലെണ്ണയോ എന്തെണ്ണ അവരവരിഷ്ടത്തിന് ഒഴിച്ച് കൊടുക്കുക. എനിക്ക് ഈ തിക്നെസ്സാണ് വളരെ. നോക്കിക്കോളൂ, എൻ്റെ സൈഡൊക്കെ നോക്കിക്കോളൂ. നിങ്ങൾക്കിതിനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം, പക്ഷെ ഞാനിങ്ങനെ പാൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാനൊന്നും പോകുന്നുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ ഓരോ ഹോളാക്കുക അതിൽ. അതെന്തിനാ അറിയോ? വേഗം അതൊന്ന് ആവി കയറാം. ഇപ്പോൾ ഞാനിതിൻ്റെ സൈഡിലേക്ക് കുറച്ചിങ്ങനെ എണ്ണ ഒഴിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് ഒഴിക്കാം. എണ്ണയൊന്നും ഒരുപാട് ഉപയോഗിക്കേണ്ട എന്നുള്ളവർക്ക് എണ്ണ വേണ്ട കേട്ടോ. ഇതിപ്പോൾ എൻ്റെ റൊട്ടി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇതിനെ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നും ആവട്ടെ. ഇപ്പം ഞാനിതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതാ നോക്കിക്കോളൂ, കണ്ടോ? നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് ഞാൻ ഗോതമ്പ് മാവിൽ ചെയ്യണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഗോതമ്പ് മാവ് ഗ്ലൂട്ടൻ ഉള്ളതായതുകൊണ്ട് അതിന് നല്ലൊരു പശ വരുമല്ലോ. ഇറ്റ്സ് നോട്ട് ഗ്ലൂട്ടൻ ഫ്രീ, പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അത്ര നമുക്ക് ഘനമില്ലാതെ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഘനമില്ലാതാക്കാൻ പറ്റും. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുമല്ലോ, അപ്പോൾ ചപ്പാത്തിയിലിടുന്ന മാതിരി തന്നെയാണ് ഇത് ഏകദേശം കേട്ടോ. പക്ഷേ ഇത് നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ടാണ് ഇഷ്ടം വെച്ചാൽ നിങ്ങൾക്കിതിൽ കുറച്ചുകൂടി എണ്ണ മേലെ ഒഴിക്കാം. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നല്ല കാര ചട്നി, റെഡ് കളർ മുളകിട്ടിട്ട് ചെയ്യാം, പച്ച കളറിലുള്ള മുളകിട്ട് ചെയ്യാം, സാമ്പാർ കൂട്ടിയിട്ട് കഴിക്കാം. അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു തിണ്ടിയാണ് അവർക്ക്. ഇനി ഞാൻ ഒരെണ്ണം ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റിൽ പരത്തിയിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ എൻ്റെ റൊട്ടി റെഡിയായി. 2 സൈഡും ഞാൻ ഫ്ലിപ്പ് ചെയ്തിട്ടു. ഇതിങ്ങനെയാണ് ഉണ്ടാവുക. നോക്കിക്കോളൂ, അക്കി റൊട്ടി ഒന്ന് റെഡിയായി. രണ്ടാമത്തത് ഞാൻ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ പരത്തിയിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ പരത്തിയിരിക്കുകയാണ് കേട്ടോ. പ്ലാസ്റ്റിക് ഷീറ്റ് നന്നല്ല എന്നൊക്കെ തോന്നുന്നവർക്ക് ഇതൊരു 5 മിനിറ്റിനോട് പരത്തി കഴിയുന്നതാണ്. യു ക്യാൻ യൂസ് ബട്ടർ പേപ്പർ. ഇലയുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പം ഞാൻ ഇതിനെ ഫ്ലിപ്പ് ചെയ്തിട്ട് ഈ തട്ടിലിടാൻ പോവാണ്. ഇങ്ങനെ മെല്ലെ 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 ഫ്ലിപ്പ് ചെയ്തിട്ട് കേട്ടോ. ഇങ്ങനെയും ചെയ്യാം. എന്തുകൊണ്ടാണ് ഞാൻ പറയണത്? നമ്മൾ ആദ്യത്തേത് രണ്ടാമത്തത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ദോശക്കല്ല് ചൂടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കതിൽ പരത്താൻ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് ചെയ്യാം. അതും ബെസ്റ്റാണ് കേട്ടോ. ഇറ്റ്സ് ഓൾസോ എ ബെറ്റർ ഓപ്ഷൻ. നമ്മൾ ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞ് പാൻ ഓഫ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ കയ്യിൽ ആവിയൊന്നും കൊടുക്കില്ല. എങ്ങനെ ചെയ്യാം? എന്ത് ചെയ്യുമ്പോഴും ഇപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റിലാണ് ഇലയിലാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ നന്നായിട്ട് എണ്ണ തടവണം, എന്നാൽ മാത്രമേ അത് എടുക്കാൻ. അപ്പം ഞാൻ രണ്ടാമത്തതിൽ ഇത്തിരി എണ്ണ കൂടെ ഒഴിക്കട്ടെ.
വളരെ സക്സസ്ഫുള്ളായിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇടയിലെങ്ങാനും പൊട്ടി എന്നൊക്കെ വരും. അതെങ്ങനെയാണ് അറിയോ പൊട്ടുന്നത്? മാവിൻ്റെ മിക്സിങ് വിത്ത് വാട്ടർ കറക്റ്റായിട്ടില്ലെങ്കിൽ പൊട്ടിയെന്ന് വരും. പിന്നെ പൊടി നല്ല നേർമയായ പൊടിയായിരിക്കാം. ഒന്നില്ലെങ്കിൽ പാലപ്പത്തിൻ്റെ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇത് വളരെ സക്സസ്ഫുള്ളായിട്ട് വരുന്നത്. അതും കൂടെ ഞാൻ പറയാം. നമുക്കിത് വളരെ ഘനമില്ലാണ്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതിലും ഓരോ ഹോൾ ഇങ്ങനെ കുത്തുകയാണ് കേട്ടോ. ഇങ്ങനെ കുത്തിച്ചാൽ നമുക്കത് ഇനിയിപ്പോൾ ഞാനിതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യട്ടെ. ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിയെന്നൊക്കെ വരും. ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അതിനൊന്നും നിരാശപ്പെടേണ്ട, ഡിസാർട്ട് ഉണ്ടാകേണ്ട ആവശ്യമില്ല. സോ ഞാൻ എന്താ എൻ്റെ രണ്ടാമത്തെ അക്കി റൊട്ടി റെഡിയായി. ഇവിടെ ചെറിയൊരു ഇത് വന്നു, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, അതങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പം എൻ്റെ 2 റൊട്ടിയും റെഡിയായി. ഞാനിനി ആ ചട്നി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കാണിക്കാം. ഇതിൽ ഇപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട്. ടേബിൾ സ്പൂൺ കുറച്ച് പൊരി കടല, അവർ ഉരി കടല എന്ന് പറയും, അതിട്ടിട്ടുണ്ട്. ഈ പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയില, തണ്ടോട് കൂടിയിട്ടുള്ള മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി കേട്ടോ, ഒരു കഷ്ണം ഇഞ്ചി, വളരെ ചെറിയൊരു പീസ് കേട്ടോ, ഒരുപാട് ചേർക്കരുത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി. എന്നിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ അരച്ചിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ അക്കി റൊട്ടി, കർണാടക സ്പെഷ്യൽ അക്കി റൊട്ടി റെഡിയായി. ഇതിപ്പോൾ 2 എണ്ണം ഞാൻ ഉണ്ടാക്കിയത്. ഈ 2 എണ്ണത്തിന് മേലെയൊന്നും ആർക്കും കഴിക്കാൻ പറ്റില്ല, ചിലപ്പോൾ അവർ 1 തന്നെ കഴിക്കുള്ളൂ. ഇത് നല്ല കാര ചട്നി ഞാൻ കാണിച്ചു, ചട്നി അരച്ച് കഴിഞ്ഞു. ഇത് വേറൊരു തരം ചുവന്ന മുളക് ചട്നിയാണ്. ഇതിൻ്റെയും റെസിപ്പി ഞാൻ ഇടാം. ഇത് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ അത് എനിക്ക് എടുക്കുന്ന സമയത്ത് തിരക്ക് വന്നുകൊണ്ട് എനിക്കതിൻ്റെ ഇത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിത് അരച്ചു. അപ്പോൾ കൂട്ടുകാരെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ അക്കി റൊട്ടി റെഡിയായി. ഇപ്പോൾ നോക്കിക്കോളൂ, ഇതായി 2 എണ്ണം നല്ല ടേസ്റ്റാണ്. നമ്മളുടെ പച്ചമുളക് കാരാ ചട്നി, ചുവന്ന മുളക് ചട്നി, ഇതെല്ലാം കൂട്ടി ഇതൊന്ന് പൊട്ടിച്ച് കഴിക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നന്നായി അറിയട്ടെ. ഇപ്പോൾ രാവിലത്തെ എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കൂട്ടരെ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ഇത് എൻ്റെ കൂടെ ഒന്ന് കഴിക്കാൻ വന്നോളൂ. അപ്പോൾ ഫ്രണ്ട്സ്, see you in the next video with a wonderful episode. It's Sudha Menon from Sudha's World.